ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3,90,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 നിലകളോട് കൂടിയ കെട്ടിടമാണ് പുതുതായി നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിൽ ഓഡിറ്റോറിയവും 8 ക്ലാസ് മുറികളും 2 ലാബും ലൈബ്രറിയും ഉൾപ്പെടും. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 2 ക്ലാസ് മുറികളോട് കൂടിയ കെട്ടിടവും പുതുതായി നിർമ്മിച്ചു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം കോൺട്രാക്ടർ യു അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിലാണ് പണി പൂർത്തീകരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കരിയർ ദിനാചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ അഷ്റഫ് KK കരിയർ ദിനാചരണ പദ്ധതി വിശദീകരിച്ചു. സ്കൂളിലെ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നല്ല കാലിബർ ഉണ്ട്, നല്ല ശേഷിയുണ്ട്. അതൊന്നും ഇല്ലാതെ ഫുൾ A+ കിട്ടൂല. അങ്ങനെ ഫുൾ A+ കിട്ടിയ നിങ്ങൾ നല്ല ലക്ഷ്യബോധത്തോടു കൂടി നല്ല ഫോക്കസ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കരിയർ ദിനാചരണത്തിൽ ഇതിൽ പ്രസക്തിയുണ്ട്. നിങ്ങൾ എവിടെ എത്തിയാൽ നിങ്ങൾ കൂടുതൽ ശോഭിക്കും, എനിക്ക് ഏത് മേഖലയിലാണ് നന്നായി ശോഭിക്കാൻ കഴിയുക എന്ന് നിങ്ങളെപ്പോലെ തിരിച്ചറിയുന്ന ആള് വേറെ ഇല്ല നിങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് തിരഞ്ഞെടുക്കുക. ആ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കുള്ള യാത്രയാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ആരംഭിക്കുന്നത്. അതിന്റെ വഴികളിൽ നിങ്ങൾ ഇങ്ങനെ കൈ വഴി പിരിഞ്ഞു പോകും. SLC വരെ നിങ്ങൾ എല്ലാം പഠിക്കും, എല്ലാവരും എല്ലാ സബ്ജക്റ്റും പഠിക്കും. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായ ചില കൈവഴികളായി സയൻസിന്റെ മാർഗത്തിൽ, കൊമേഴ്സിന്റെ വഴിയിൽ, സയൻസിൽ തന്നെ വ്യത്യസ്തമായ മാത്സും ബയോളജിയും ഹ്യൂമാനിറ്റീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേർതിരിക്കും. പിന്നെ അവിടെ നിന്ന് പോയാൽ ഒന്നുകൂടി നിങ്ങൾ വേർതിരിക്കും. സയൻസിൽ തന്നെ വ്യത്യസ്ത സയൻസുകൾ. ഇന്നാണെങ്കിൽ ഒരുപാട് ന്യൂ ബ്രാഞ്ചസ് ഓഫ് സയൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച മേഖല തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. ഈ പ്രായത്തിൽ SSLC ഫുൾ A+ ആണെങ്കിൽ, അല്ലെങ്കിൽ 2-3 വിഷയത്തിൽ A+ കുറവുണ്ടെങ്കിലും എന്റെ കണക്കിന് അതും ഒരു മികച്ച വിജയമായിട്ടാണ് ഞാൻ കണക്കൂട്ടുക. അവരെയും ഫുൾ A+ പോലെയാണ് ഞാൻ കാണുക. അപ്പോ ആ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഏത് പരീക്ഷയും പാസ്സാകാൻ സാധിക്കും. അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള പഠന മികവ്, പഠിക്കാനുള്ള, അത് ആർജിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോ തികഞ്ഞ ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറുക. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം സാജിദ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MV സിനി, സ്കൂൾ പ്രിൻസിപ്പൽ K ശിവകുമാർ, PTA പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാസില, ഷീജാമോൾ, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം CM, ജില്ലാ കോർഡിനേറ്റർ V അനിൽകുമാർ, പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞിമൊയ്തു, സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു PS, SMC ചെയർമാൻ CK സക്കീർ, സ്റ്റാഫ് സെക്രട്ടറിമാരായ TP മുഹമ്മദ്, K സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.